ആന്ധ്രാപ്രദേശിലെ മൂടൽമഞ്ഞണിഞ്ഞ അനന്തഗിരി കുന്നുകൾക്കുള്ളിൽ കാലം നിശ്ചലമായി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. മനുഷ്യരല്ല, പ്രകൃതി തന്നെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കൊത്തിയെടുത്ത ഒരു സ്ഥലം. ബൊറ കേവ്സ്. ഈ ബൊറ ഗുഹകളിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലുതും ആകർഷകവുമായ പ്രകൃതിദത്ത ചുണ്ണാമ്പുകല്ല് ഗുഹാ സംവിധാനങ്ങളിൽ ഒന്നാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് ഗുഹകൾ ഏകദേശം 80 മീറ്റർ ആഴത്തിൽ വരെ നീളുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ഗുഹകളിൽ ഒന്നാണ്. 1807 ബ്രിട്ടീഷ് ഭൂഗർഭശാസ്ത്രജ്ഞനായ വില്യം കിങ് ജോർജ് ആണ് ഈ ബൊറ ഗുഹകളെ കണ്ടെത്തി ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഇവയ്ക്ക് 150 ദശലക്ഷം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാർബോണിക് ആസിഡിനാൽ സമ്പന്നമായ മഴവെള്ളം ഈ ചുണ്ണാമ്പുകല്ല് കുന്നുകളിലെ വിള്ളലുകളിലൂടെ പതുക്കെ ഒലിച്ചിറങ്ങി പാറയെ ലയിപ്പിച്ച് വിശാലമായ അറകളും തുരങ്കങ്ങളും ഉണ്ടാക്കിയതിലൂടെയാണ് ഈ ഗുഹകൾ സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ 150 ദശലക്ഷം വർഷത്തിലേറെയായി പ്രകൃതിയാണ് ഈ ഭൂഗർഭ ലോകത്തെ ശില്പിച്ചിരിക്കുന്നത്. സീലിങ്ങിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നതായി നിങ്ങൾ കാണുന്നത് സ്റ്റാലാക്ടൈറ്റുകളാണ്. സ്റ്റാലാക്ടൈറ്റുകൾ എന്ന് വെച്ചാൽ പാറയിൽ നിന്ന് ഒലിച്ചു തൂങ്ങിയ ചുണ്ണാമ്പ് കല്ലുകൾ. ചിലയിടങ്ങളിൽ നിലത്ത് നിന്ന് ഉയർന്നു നിൽക്കുന്നത് സ്റ്റാലാഗൈമറ്റുകളാണ്. എന്ന് വെച്ചാൽ പാറയിൽ നിന്ന് ഊറി വരുന്ന ചുണ്ണാമ്പ് കൽപ്പുറ്റുകൾ. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ കല്ലുകൾക്ക് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഗോപുരങ്ങളുടെയും ഒക്കെ രൂപസാദൃശ്യമുള്ളതായി തോന്നും. ഇവിടെ പ്രകൃതി സൃഷ്ടിപരം മാത്രമല്ല, കലാപരം കൂടിയാണ്. ഈ ഗുഹയ്ക്കുള്ളിൽ നടക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വെള്ളത്തുള്ളി വീഴുന്ന ഒച്ച, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് മഴത്തുള്ളികൾ പോലെ തെറിക്കുന്ന ആ ഒരു അനുഭൂതി, മൊത്തത്തിലൊരു കുളിർമ, നിലത്താകെ വെള്ളം, ഇതെല്ലാം ഫീൽ ചെയ്യും. നിങ്ങൾ കേൾക്കുന്ന ഈ ഓരോ വെള്ളത്തുള്ളിയുടെയും ശബ്ദം ഈ ഗുഹ ഇപ്പോഴും സജീവമാണ് എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോഴും വളരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ശ്രദ്ധാപൂർവം സ്ഥാപിച്ച ലൈറ്റിംഗ് നാടകീയമായ പാറരൂപങ്ങളെ എടുത്തു കാണിക്കുന്നുണ്ട്. ഗുഹയുടെ ദുർബലമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനൊപ്പം പ്രകൃതിയുടെ കലാവൈഭവം കാണാൻ ഇത് സന്ദർശകരെ അനുവദിക്കുന്നു. ഗുഹയ്ക്കുള്ളിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കടക്കുന്തോറും താപനില കുറയുന്നുണ്ട്, വെളിച്ചം മങ്ങുന്നുണ്ട്, നിശബ്ദം ഉച്ചത്തിലാകുന്നുണ്ട്. ഭൂഗർഭശാസ്ത്രത്തിനപ്പുറം ബൊറ ഗുഹകൾക്ക് ആഴത്തിലുള്ള സാംസ്കാരിക ഗോത്ര പ്രാധാന്യമുണ്ട്. ഗുഹകൾ പവിത്രമാണെന്നാണ് പ്രാദേശിക ഗോത്ര സമൂഹങ്ങൾ വിശ്വസിക്കുന്നത്. ഗുഹയ്ക്കുള്ളിൽ കണ്ടെത്തിയ പ്രകൃതിദത്തമായി രൂപം കൊണ്ട ശിവലിംഗം ഇന്നും അവർ ആരാധിക്കുന്നു. ശിവനും പാർവതിയും ഒരിക്കൽ ഇവിടെ താമസിച്ചിരുന്നുവെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ഗോത്ര സമൂഹങ്ങൾ പറയുന്ന ഐതിഹ്യമനുസരിച്ച് പണ്ടെങ്ങോ ഒരു പശു ഈ ഗുഹയിലേക്ക് വീണെന്നും ആ പശുവിനെ അന്വേഷിച്ച് ചെന്ന ഗോത്രവാസികൾ ഒരു ശിവലിംഗത്തിൻ്റെ അടുത്തായി പശു വീണ് കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഈ ശിവലിംഗം കണ്ടെത്തി എന്നൊക്കെയാണ് കഥകൾ. ഗുഹയിൽ ശാന്തമായി ഒഴുകുന്ന ഒരു നീരൊഴുക്ക് കാണാനാകും. ഇത് ഗോസ്ഥാനി നദിയുടെ ഒരു കൈവഴി ആണ്. ഗോത്രങ്ങൾ ഇതിനെ പവിത്രമായി കാണുന്നു. അവർ പറയുന്നത് ഇതിലെ വെള്ളത്തിന് രോഗശാന്തിയും ശുദ്ധീകരണ ശക്തിയും ഉണ്ടെന്നാണ്. ഗുഹകൾക്ക് ചുറ്റും ഇടതൂർന്ന വനങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, വന്യജീവികൾ എന്നിവ ഈ മാന്ത്രിക ഭൂപ്രകൃതിയെ പൂർത്തിയാക്കുന്നു. ഇന്ന് ബൊറ ഗുഹകൾ ഒരു പ്രകൃതി അത്ഭുതമായും ആത്മീയ കേന്ദ്രമായും ഭൂമിയുടെ ചരിത്രത്തിൻ്റെ ഒരു ജീവിക്കുന്ന മ്യൂസിയമായും നിലകൊള്ളുന്നു.
ഈ ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്തോറും മൃദുവായി നടക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഈ ഗുഹകൾ വെറും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതല്ല. അവ കാലവും വിശ്വാസവും നിഗൂഢതയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉള്ളിലെ താപനില സ്ഥിരം തണുപ്പായി തുടരുകയാണ്. അതേസമയം മങ്ങിയ വെളിച്ചം വെള്ള, ആംബർ, കടും തവിട്ട് നിറങ്ങളിലുള്ള ധാതുരൂപങ്ങളെ തിളങ്ങുന്നതായി കാണിക്കുന്നുണ്ട്. പ്രകൃതിദത്തമായ ശബ്ദശാസ്ത്രവും പ്രതിധ്വനിക്കുന്ന നിശബ്ദതയും ഗുഹയുടെ നിഗൂഢമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നു. ഇന്ന് ബൊറ ഗുഹകൾ ഒരു സംരക്ഷിത പൈതൃക സ്ഥലവും ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ബൊറ ഗുഹകൾ വെറും ഒരു ഭൂമിശാസ്ത്ര അത്ഭുതമല്ല. അവ ഭൂമിയുടെ ചരിത്രം, മനുഷ്യവിശ്വാസം, പ്രകൃതിയുടെ കാലാതീതമായ ശക്തി എന്നിവയുടെ ജീവിക്കുന്ന മ്യൂസിയമാണ്. ആ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ ഗുഹയുടെ നേരെ മുകളിലൂടെ ഇന്ത്യൻ റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ടെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ എഞ്ചിനീയറിംഗ് ഹെവി റെയിൽ റൂട്ടുകളിൽ ഒന്നായ വിശാഖപട്ടണം KK റെയിൽവേ ലൈനിൻ്റെ ഭാഗമാണ് ഈ ലൈൻ. ചില ഭാഗങ്ങളിൽ ഈ റെയിൽവേ ലൈൻ ചുണ്ണാമ്പുകല്ല് കുന്നുകളിലെ തുരങ്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ ബെയിലാഡിലയിൽ നിന്നും വിശാഖപട്ടണം തുറമുഖത്തേക്ക് ഇരുമ്പയിര് കൊണ്ടുപോകുന്നതിനാണ് ഈ പാത നിർമ്മിച്ചത്. ഈ പുരാതനമായ ഗുഹകൾക്ക് സമീപത്തൂടെയാണ് ഈ ആധുനിക റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. ഒരു ട്രെയിൻ കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രതിധ്വനി ഗുഹകളിലൂടെയും സഞ്ചരിക്കുന്നു. പുരാതന പ്രകൃതി ആധുനിക എഞ്ചിനീയറിങ്ങിനെ കണ്ടുമുട്ടുന്ന ശക്തമായ നിമിഷങ്ങളിലൊന്നാണത്. ഇടുങ്ങിയ വഴികളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ കൂക്ക് വിളിച്ചുകൊണ്ടും ആർക്കു വിളിച്ചുകൊണ്ടും വരുന്ന ആ ഒരു പ്രതിധ്വനിയെ, എക്കോയെ ആസ്വദിക്കാനായിട്ട് എല്ലാവരും തന്നെ ശ്രമിക്കുന്നുണ്ട്. മലയാളി എവിടെ ചെന്നാലും അവിടെയെല്ലാം അവരുടെ ഒരു കയ്യൊപ്പ് പതിപ്പിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഈ ഗുഹയ്ക്കുള്ളിലും ഏതോ ഒരു മലയാളി വന്നതിൻ്റെ ഒരു തെളിവ് എനിക്കിവിടെ കാണാനായിട്ടുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്നും പുതിയത് തുടങ്ങുന്നു എന്നുള്ള ആ ഒരു സിനിമ ഡയലോഗാണ്. അതാണ് ഈ പാറമേൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ ഗുഹയ്ക്കുള്ളിലുള്ള ഒരു ക്ഷേത്രം സന്ദർശിക്കാനാണ് ഞാനിപ്പോൾ നടന്നു കയറുന്നത്. ഞാൻ 3ാമത്തെ തവണയാണ് ഇവിടം സന്ദർശിക്കുന്നത്. മുമ്പെല്ലാം വന്നപ്പോൾ ഈ ഗുഹയുടെയും ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ആ ഒരു ഗുഹാലയത്തിൽ അതൊരു ക്ഷേത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. അതിനുള്ളിൽ ഒരു ശിവലിംഗമുണ്ട്. ഗോത്രവാസികളായിട്ടുള്ളവർ അതിനുള്ളിൽ ഇരുന്ന് ആരാധിക്കുന്നതും നമുക്കും ഒപ്പം ഇതിനുള്ളിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ കിട്ടിയിരുന്നു. ഇടയ്ക്ക് മഴയെല്ലാം പെയ്തതുകൊണ്ട് തന്നെ ഉള്ളിലേക്കുള്ള നീരൊഴുക്കും കൂടുതലായിരുന്നു. ഗുഹയ്ക്കുള്ളിലേക്കുള്ള ഉറവ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്കെല്ലാം വെള്ളം ഇറങ്ങി ഇതിൻ്റെ ഈ ഗുഹാലയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോയിരിക്കുന്ന ശിവലിംഗങ്ങളെ കാണാനോ അതിനകത്ത് കയറി ഇരിക്കാനോ ഒന്നും പറ്റുന്നൊരവസ്ഥയല്ല. ഈ ബൊറ ഗുഹകൾ കാണാനായിട്ട് ഞങ്ങൾ 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തെങ്കിലും അതിൻ്റേതായ ക്ഷീണമോ തളർച്ചയോ ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല. കാരണം അതുപോലത്തെ ഒരു ടെമ്പറേച്ചറാണ് ഇതിനുള്ളിലെല്ലാം ഉള്ളത്. കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ മുകളിലായിട്ട് ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ കാണാം. ഇതും ഗോത്രവാസികളാണ് ഇവിടെ ഇതിൻ്റെ എല്ലാം പൂജകൾ ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ബൊറ കേവ്സ്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു നല്ല വിശേഷവുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.